നമസ്കാരം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പോരാട്ടച്ചൂടിൽ തിളച്ച കേരളം പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ്. ആരോപണ പ്രത്യാരോപണങ്ങളാൽ കലുഷിതമായിരുന്നു പ്രചാരണ രംഗം. കിട്ടിയ ആയുധങ്ങളൊന്നും പാഴാക്കാതെ നേതാക്കൾ കളം നിറഞ്ഞപ്പോൾ സംസ്ഥാനം കണ്ടത് വീറുറ്റ പ്രചാരണ നാളുകൾ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിൽ. വ്യാഴാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് പിന്നാലെ 26-ന് കേരളം പോളിംഗ് ബൂത്തിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ വാശിയേറിയ പോരിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ചൂടേറിയ പ്രചാരണ കാലത്തിനാണ് ഇതോടെ സമാപനമാകുന്നത്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ കൂടുതൽ താരപ്രചാരകർ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ആവേശം കൂടുതൽ കൊഴുപ്പിച്ചു. ദേശീയ നേതാക്കൾ മണ്ഡലങ്ങളിൽ സജീവമായതോടെ ചർച്ച ദേശീയ വിഷയങ്ങളിലേക്ക് കടന്നു. പൗരത്വ ഭേദഗതി ബില്ലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചതും അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി. വാഹന പര്യടനത്തിന് ഇത്തവണ ആവശ്യത്തിന് സമയം ലഭിച്ചപ്പോൾ തന്നെ ദൈർഘ്യമേറിയ പ്രചാരണ ദിനങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക ഭാരം സ്ഥാനാർത്ഥികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ അടക്കം അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ച നടപടിയും സ്ഥാനാർത്ഥികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. എങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒട്ടും മാറ്റു കുറഞ്ഞില്ല. ഈ 2 ദിനങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. നിശബ്ദ പ്രചാരണത്തിന് പിന്നാലെ 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് രാഹുൽ ഗാന്ധി കൊട്ടിക്കലാശത്തിനും വയനാട്ടിലെത്തില്ല. പകരം പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നയിക്കും. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ രാജ്യം മുഴുവനും ഓടി നടന്ന രാഹുൽ ഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്വന്തം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധിക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനാൽ അദ്ദേഹം വിശ്രമത്തിലാണ്. ശാരീരിക അവശത ഉള്ളതിനാൽ 21-ന് റാഞ്ചിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം തൃശൂരിലെയും ആലപ്പുഴയിലെയും എല്ലാം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ റദ്ദാക്കിയിരുന്നു. വയനാട് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന റോഡ് ഷോ അരങ്ങേറുമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അഭാവം മറികടക്കാൻ കുട്ടിക്കലാശത്തിൽ പ്രിയങ്കയുടെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും വിശ്വസിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുത്താൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുമെന്നും സൂചനയുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. രാഹുലിന്റെ DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നായിരുന്നു അൻവറിന്റെ പരാമർശം. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ൊപ്പമുള്ള ഗാന്ധി എന്ന പേരുച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത 4ാം കിട പൗരനായി രാഹുൽ മാറി. രാഹുലിന്റെ DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണം. പാലക്കാട് എടത്തനാട്ടുകര LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അൻവറിന്റെ അധിക്ഷേപ പരാമർശം. ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനായിരിക്കാനുള്ള അർഹത രാഹുലിനില്ല. ഗാന്ധി എന്ന പേരിനൊപ്പം കൂട്ടിവിളിക്കാൻ പോലും തോന്നുന്നില്ല. ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. യാതൊരു തർക്കമില്ല.
പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിലടയ്ക്കാത്തത് എന്താണെന്നാണ് രാഹുൽ ചോദിച്ചത്. രാഹുൽ മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഏഴാം കൂലിയുടെ കയ്യിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് നാടാകെ പാർട്ടിയെ ചിഹ്ന ഭിന്നമാക്കിയെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവർ MLA വിവാദ പരാമർശം തള്ളാതെ മുഖ്യമന്ത്രി. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുലിന് വന്നിട്ടില്ല. പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുലും ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. PV അൻവർ വാപോയ കോടാലി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാക്കത്തിയോടല്ല പോരാട്ടം, വാക്കത്തി വെച്ച് വെട്ടുന്നവരോടാണ്. അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രി പറയിച്ചതാണെന്നും തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് LDF ശ്രമമെന്നും VD സതീശൻ പറഞ്ഞു. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുന്നു. പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന, ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന, നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകും. നമ്മൾ ഈ വാക്കത്തിയോടല്ലല്ലോ നമ്മൾ പോരാടുന്നത്, വാക്കത്തി വെച്ച് വെട്ടുന്ന ആളോടല്ലേ പോരാടുന്നത്. നമ്മൾ ആയുധം ഉപയോഗിക്കുന്ന ആളോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പിണറായി വിജയനോടാ ഫൈറ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ ആളുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മുഴുവൻ LDF നേതാക്കന്മാരുടെയും ശ്രമം. തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ പേരിലുള്ള പ്രചാരണങ്ങൾ തള്ളി സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ളത് പ്രത്യേക ബന്ധമാണ്. അതിന് തകരാറുണ്ടാക്കുന്ന പ്രചാരണങ്ങൾ പാടില്ലെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തി സമസ്തയുടെ പേരിൽ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്വിസ് നടത്തുന്നത് സംബന്ധിച്ച പ്രചരണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കൂടാതെ സമസ്തയ്ക്കകത്തെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും രണ്ടായി തിരിഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ തർക്കത്തിലേർപ്പെടുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാത്രം നേതൃത്വം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിറക്കിയത്. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും അണികൾ തമ്മിൽ പ്രത്യേക ബന്ധമാണുള്ളത്. അതിന് തകരാറുണ്ടാക്കുന്ന പ്രചാരണം പാടില്ല. തെറ്റിദ്ധാരണകൾ പരത്തുന്ന അനാവശ്യ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും സമസ്ത നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവരാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസുമാരായ VG അരുൺ, S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. നാമനിർദ്ദേശ പത്രികയിൽ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന പരാതിയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ ഹർജിയിൽ ഇടപെടാനാവില്ലെന്നാണ് കോടതി നിലപാട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിൽ ഇടപെടാനാകില്ലെന്നും തങ്ങൾക്ക് പരിമിതിയുണ്ടെന്നും കോടതിയുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പരാതിക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഹർജി നൽകാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഹർജി ആദായ നികുതി വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്തുവിവരം മറച്ചുവെച്ചെന്നാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാതി. കോൺഗ്രസ് നേതാവ് ആവണി ബൻസാൽ, ബാംഗ്ലൂർ സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന് സ്വകാര്യ ജെറ്റും മറ്റ് സ്വത്തുക്കളുമുണ്ടെന്നും ഇതൊന്നും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്താതെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചെന്നുമാണ് ഹർജിയിലെ ആരോപണം. കാരണം കൃത്യമായി രേഖപ്പെടുത്താതെയാണ് വരണാധികാരി പത്രിക സ്വീകരിച്ചതെന്നും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കോഴിക്കോട് പുതിയ സ്റ്റേഡിയം വരുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്ന് അന്തിമ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ സംഘത്തിന്റെ വീഡിയോ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്ന ആരോപണവും തള്ളി.
ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്ന പരാതിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘം മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. പ്രസ്തുത വീഡിയോ ദൃശ്യം ക്യാമറയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിച്ചതിനാൽ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറയാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 1 സംഘടിപ്പിച്ച കായിക പ്രേമികളുടെ കൂട്ടായ്മയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിനെതിരെയായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘന പരാതി. തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്ന പരാതിയുമായി LDF പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാർ എന്ന് കാണിച്ച് നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ആരോപണം. 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ലെന്നും LDF ആരോപിച്ചു. ഇൻലാൻഡ് എന്ന ഫ്ലാറ്റിൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പ്രവർത്തകർ കയറി ഇറങ്ങിയപ്പോൾ 73 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ BLOയെ വിളിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ചേർത്തിയത്? അപ്പോൾ അവർ പറഞ്ഞു ശരിയായ നിലയിലാണ് ഞങ്ങൾ ചേർത്തിയതെന്ന് പറഞ്ഞു. ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിപ്പോൾ സ്ലിപ്പ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ ആളെ കാണാനില്ല. 73 പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് ഇപ്പോൾ അവർ പറയണത്. ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് 73 ഒറ്റയടിക്ക് ചേർക്കും. ഇപ്പൊ അവർക്ക് BLOമാർക്ക് എവിടെയോ ആളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. BLO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്തതായി പരാതി. ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചതായി കാണിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പേര് നീക്കം ചെയ്തെന്നാണ് ആരോപണം. പോരുവഴി കമ്പലടി കോടംതോപ്പിൽ ഹനീഫ റാവുത്തർ എന്നയാളാണ് ജീവിച്ചിരിക്കെ മരിച്ചെന്ന് കാണിച്ച BLO റിപ്പോർട്ട് നൽകിയത്. സർവീസ് പെൻഷൻ ഉൾപ്പെടെ വാങ്ങുന്നയാളാണ് ഹനീഫ റാവുത്തർ. വീട്ടിൽ ചെന്ന ബൂത്ത് ലെവൽ ഓഫീസർ അന്വേഷിച്ചതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിമാറ്റിയത്. 80 വയസ്സ് കഴിഞ്ഞവരെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നതിന് അപേക്ഷയും നൽകി കാത്തിരിക്കുമ്പോഴാണ് മരിച്ചതായി കാണിച്ചുള്ള റിപ്പോർട്ട് ഹനീഫയെ തേടിയെത്തിയത്. ഓഫീസർമാർ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹനീഫ റാവുത്തർ മരിച്ചെന്ന് കാണിച്ച് BLO റിപ്പോർട്ട് നൽകിയതായി അറിയുന്നത്. ജീവിച്ചിരിക്കെ താൻ മരിച്ചതായി കാണിച്ച് തന്റെ വോട്ടവകാശം നിഷേധിച്ചാൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് ഹനീഫ റാവുത്തർ പറയുന്നു. ഞാൻ 60 വർഷമായി വോട്ട് ചെയ്യുന്നവനാണ്. എൻ്റെ വോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നാളെ ബൂത്തിൻ്റെ അതായത് വോട്ട് എടുക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും സഹായത്താൽ എന്നെ അവിടെ വഞ്ചോട്ടിടാൻ പറയും. ഞാൻ അതിൻ്റെ അവിടെ കിടക്കും. അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഹനീഫ റാവുത്തറുടെ പേര് ബോധപൂർവം വെട്ടിമാറ്റിയതാണെന്ന് CPIM ശൂരനാട് ഏരിയ കമ്മിറ്റി അംഗം അക്കരയിൽ ഹുസൈൻ ആരോപിച്ചു. വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണ് ഇത് മനസ്സിലാവുന്നത്. അങ്ങനെ സാധാരണ ഈ 70 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ട് വീട്ടിൽ വന്ന് ചെയ്യിപ്പിക്കലാണല്ലോ പതിവ്. ആ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അവർ ലിസ്റ്റ് കൊണ്ടുപോയിട്ടുള്ളതുമായിരുന്നു. എന്നാൽ BLO നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ബോധപൂർവമാണെന്ന് തന്നെയാണ്. കാരണം BLO ഇവിടെ വന്ന് ബാക്കിയുള്ളവരുടെ സ്ലിപ്പ് കൊടുക്കുന്നു. വോട്ടർ പട്ടികയിൽ ഇനി വോട്ട് വന്ന് ചെയ്യിപ്പിക്കും, വീട്ടിൽ വന്ന് ചെയ്യിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഡേറ്റ് കഴിഞ്ഞല്ലോ, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. ഇപ്പം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കൊച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി 2020 വനിതാ നേതാവിന്റെ ആരോപണം. മണ്ഡലം പ്രസിഡന്റ് ഷൈനി ആന്റണിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. മദ്യലഹരിയിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് ഷൈനി ആന്റണി കേരള വിഷനോട് പ്രതികരിച്ചു. അതായത് എല്ലാവരും മദ്യലഹരിയിലായിരുന്നു. അതായത് കാറിനകത്ത് കയറിയിട്ട് ഇരിക്കുമായിരുന്നു, കാറിനകത്തേക്ക് കൈ കടത്തി ഇരിക്കുമായിരുന്നു. ഭയങ്കരമായിട്ടുള്ള തെറികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ അവര് FIR ഇട്ടിരിക്കുന്നത് ജാമ്യം അനുവദിക്കുന്ന പ്രകാരമാണ്. അതായത് ഇത്രയും ആക്രമണം പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ട് പോലീസ് ഇട്ടത് വളരെ അവർക്ക് ഈസി ആയിട്ട് ഊരിപ്പോകാൻ പറ്റുന്ന ഒരു FIR ആണ് ഇട്ടത്. അവരെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എല്ലാം പ്രതികളെ കണ്ടാൽ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ 2020 പാർട്ടി വന്നു കഴിഞ്ഞാൽ നടത്തി തരുമെന്ന് പറയുന്നത് കോൺഗ്രസിന് പ്രകോപനമായിട്ടാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അതെനിക്കറിയില്ല. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ PA VK മനോജ് BJPയിൽ ചേർന്നു. BJP കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് NDA സ്ഥാനാർത്ഥി C രഘുനാഥിൽ നിന്ന് VK മനോജ് BJP അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ കുടുംബ വാഴ്ചയാണെന്ന് ആരോപിച്ചാണ് VK മനോജ് BJPയിൽ ചേർന്നത്.
ഷാഫി പറമ്പിലിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ. സൈബർ ആക്രമണം നടക്കുന്നത് ഷാഫി പറമ്പിലിന്റെ നിർദ്ദേശത്തിനനുസരിച്ചെന്ന് ശൈലജ വക്കീൽ നോട്ടീസിൽ ആരോപിച്ചു. തന്റെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുന്നു. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. പത്രസമ്മേളനം പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബോധപൂർവമാണ് സൈബർ ആക്രമണം നടത്തുന്നത്. ഇതിന് ഒത്താശ ചെയ്യുന്ന ഷാഫി പറമ്പിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ CPM പ്രാദേശിക നേതാവിനെതിരെ പോലീസ് കേസ്. യൂത്ത് ലീഗ് പ്രവർത്തകൻ അനസ് നൽകിയ പരാതിയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PK അജീഷിനെതിരെയാണ് കേസ്. കലാപ ആഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പേരാമ്പ്ര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെതിരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശവും അജീഷ് നടത്തിയെന്നാണ് പരാതി. ഫേസ്ബുക്കിലെ കുറിപ്പാണ് കേസിന് ആധാരമായത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേർ എത്തുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളാണ് രാഹുൽ ഗാന്ധിക്കായി കോഴിക്കോടെത്തിയത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുക്കം, അരീക്കോട്, നിലമ്പൂർ എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനായി എത്തിയത്. സാധാരണ പ്രചാരണങ്ങളിൽ നിന്നും വേറിട്ട് ജനങ്ങളെ നേരിൽ കണ്ട് നോട്ടീസ് നൽകി ഗാന്ധിയൻ മാർഗത്തിലാണിവർ പ്രചാരണത്തിനെത്തിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഗാന്ധിയൻ കുടുംബത്തിന്റെ ത്യാഗങ്ങൾ വിളിച്ചു പറഞ്ഞുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനുമായ ശിവജ്ഞാനം, തഞ്ചാവൂർ ജില്ലാ കോൺഗ്രസ് ലീഗൽ വിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ, പളനിയപ്പൻ, കരുണാനിധി, സെന്തിൽ, തങ്കരാജ്, രാമമൂർത്തി എന്നിവരടങ്ങിയ 7 അംഗ സംഘമാണ് 3 ദിവസങ്ങളിലായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ട് രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചത്. കേരള ന്യൂസ്, കോഴിക്കോട്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കി അടിമാലിയിൽ വനിതാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചു. വനിതാ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വനിതാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചത്. വനിതാ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സ്ത്രീ സംവരണം കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതും മാത്രമല്ല, സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ മാസം ഇട്ടു തരുന്ന, വർഷം ഇട്ടു തരുന്ന ഒരു പദ്ധതി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്യുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഉറപ്പു പറഞ്ഞിരിക്കുകയാണ്. അടിമാലി ബ്ലോക്കിലെ UDF വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വനിതാ സംഗമം നടന്നത്. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷേർലി ക്രിസ്റ്റി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, മഞ്ജു ജിൻസ്, ജാസ്മി അമാൻ, CK രാജമ്മ, ഉഷ സദാനന്ദൻ, അനിതാ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അടിമാലി ടൗണിൽ റോഡ് ഷോയും നടന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ മാതൃകയായി കോൾ സെന്ററുകൾ. കാസർഗോഡ് ഇലക്ഷൻ കൺട്രോൾ റൂമിലാണ് 11 ഭാഷയിൽ സേവനം നൽകുന്നത്. പൊതുജനങ്ങൾക്ക് ഇലക്ഷൻ സംബന്ധമായ സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനാണ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേൾവി സംസാര പരിമിതർക്കായി ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനവും കൺട്രോൾ റൂമുമാണ് ആരംഭിച്ചത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒറ്റ കൺട്രോൾ റൂമിൽ നിന്നും 11 ഭാഷയിൽ സേവനം ലഭ്യമാകുന്നത്. മലയാളം, കന്നഡ, ബ്യാരി, തുളു, ഉറുദു, കൊങ്ങിണി, മറാഠി എന്നീ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിലും സംവദിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസാരിക്കാൻ കഴിയാത്തവരുടെ സംശയങ്ങളും പരാതികളും കൃത്യമായി ദൂരീകരിക്കാനാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ സംസ്ഥാനത്തെ കേൾവി സംസാര പരിമിതർക്ക് ആർക്കും ആംഗ്യഭാഷയിലുള്ള വീഡിയോ കോൾ സംവിധാനം പ്രയോജനപ്പെടുത്താം. ഇലക്ഷൻ കൺട്രോൾ റൂം ചാർജ് ഓഫീസർ ആദിൽ മുഹമ്മദാണ് നേതൃത്വം നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.
വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഇനി കാണാം. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ. യൂത്ത് വിത്ത് ഷാഫി എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ വി ശ്രീനിവാസ്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് തുടങ്ങിയവർ ഷാഫിക്കൊപ്പം റോഡ് ഷോ നയിച്ചു. വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ ഇതാ ഇപ്പോൾ കൊയിലാണ്ടിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീനിവാസ് അടക്കമുള്ളവരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. എന്തായാലും ഷാഫിയുടെ ആ ഒരു റോഡ് ഷോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അണികളെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ്. ഒരടി മുന്നോട്ട് പോകാനാവാത്ത വിധം ആവേശത്തിലാണുള്ളത്. നമുക്ക് എന്തായാലും എങ്ങനെയുണ്ട് ഷാഫിയുടെ ഷാഫി വിജയം ഉറപ്പിച്ചോ? എങ്ങനെയാണ് വിജയം ഉറപ്പിച്ചെടുക്കാൻ ഷാഫി കൊണ്ടുപോയി വടകര ഷാഫി കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ആൾക്കൂട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്രയധികം ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് അടക്കമുള്ളവർ, സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇവിടെ ഈ ഒരു റോഡ് ഷോ നയിച്ചുകൊണ്ട്, ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസുമെല്ലാം ഈ ഒരു യാത്ര നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ ജനസാഗരമാണ് ഇവിടെ ഈ കൊയിലാണ്ടിയുടെ മണ്ണിൽ നിങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാം അത്യന്തം ആവേശത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും തുടങ്ങിയ ഈ റോഡ് ഷോ ഇവിടേക്ക് എത്താൻ 1 മണിക്കൂറിലേറെ നേരം പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ റോഡ് ഷോയിലൂടെ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണം, പ്രവർത്തകരുടെ എണ്ണം ഇപ്പോഴും അതിൻ്റെ ഒരറ്റം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഷാഫി പറമ്പിലിൻ്റെ ചെറു കട്ടൗട്ടുകൾ, ഒപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതാകകൾ, ഒപ്പം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം KSUവിൻ്റെയും എല്ലാം പതാകകൾ അടങ്ങിയ പതാകകൾ വീശിക്കൊണ്ട് പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഒപ്പം അതിനു പുറമെ തന്നെ വാദ്യഘോഷമേളങ്ങളോടുകൂടിയാണ് പ്രവർത്തകർ ഇന്നത്തെ ഈ റോഡ് ഷോയിൽ പങ്കാളിയായത്. ഇനി നാളെ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന് മുന്നേയുള്ള സെമി ഫൈനലായാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കൊയിലാണ്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി കാണാം ചരിത്ര സ്പന്ദനം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരായിരുന്ന 6 പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ജയവും തോൽവിയുമൊക്കെ രുചിച്ച ആ വമ്പൻ പോരാട്ടങ്ങളുടെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 1957 തെരഞ്ഞെടുപ്പിൽ പട്ടം താണുപിള്ള തിരുവനന്തപുരത്ത് PSP സ്ഥാനാർത്ഥിയായിരുന്നു. ഇടതു പിന്തുണയോടെ മത്സരിച്ച ഈശ്വരയ്യരോട് 1944 വോട്ടിന് പട്ടം തോൽവി സമ്മതിച്ചു. 1967 ചിറയിൻകീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന R ശങ്കറിനും മണ്ഡല മനസ്സിലിടം നേടാനായില്ല. CPMലെ K അനിരുദ്ധന് മുന്നിൽ അദ്ദേഹം കീഴടങ്ങി. 1962 കോഴിക്കോട് ലോക്സഭാ അംഗത്തിനിറങ്ങിയ CH മുഹമ്മദ് കോയ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ഡൽഹിക്ക് വണ്ടി കയറി. PK വാസുദേവൻ നായരാകട്ടെ മത്സരിച്ച 4 തവണയും ജയിച്ചു കയറി, അതും 4 വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന്. 1957 തിരുവല്ല, 62 അമ്പലപ്പുഴ, 67 പീരുമേട്, 2004 തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു PKവിയുടെ വിജയങ്ങൾ. EK നായനാരും K കരുണാകരനും ലോക്സഭയിലേക്ക് ജയപരാജയങ്ങൾ കണ്ടവരാണ്. 1967 പാലക്കാട് നിന്നുള്ള MP ആയിരുന്നു നായനാർ. എന്നാൽ 1971 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യുവ കോൺഗ്രസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ CPMലെ കരുത്തനെ അട്ടിമറിച്ചു. 1996 തൃശൂരിലെ സ്വന്തം തട്ടകത്തിൽ K കരുണാകരന് കാലിടറി. VV രാഘവനോട് 1480 വോട്ടിനായിരുന്നു തോൽവി. 98 പക്ഷേ ലീഡറെ തിരുവനന്തപുരംകാർ കൈവിട്ടില്ല. 1999 മുകുന്ദപുരവും K കരുണാകരനൊപ്പം തന്നെ നിന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വോട്ട് പഞ്ച്.
കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബി.ജെ.പിയെ സുഖിപ്പിച്ച് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് പിണറായി വിജയൻ ഇടമൊരുക്കി കൊടുക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ബി.ജെ.പിയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്. പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അപ്പൊ അദ്ദേഹം ബി.ജെ.പിയെ സന്തോഷിപ്പിച്ച്, ബി.ജെ.പിയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു. ബി.ജെ.പി ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നോട്ടീസ് വരും, ഇപ്പോ അന്വേഷണം കൂടും, അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും, ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ആ ഭയത്തിന്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. ഇതോടെ അങ്കത്തട്ടിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.